എല്ലാവർക്കും ബജാജ് NS400Z 2025 ഒരു ഡീറ്റെയിൽ റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. നല്ല അഗ്രസീവ് പവർ ഡെലിവറിയാണ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എൻജിൻ്റെ ഭാഗത്തും ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തും പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ലൊരു ഫ്രഷ് ഫീലുണ്ട്. എനിക്ക് വൈറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിപ്പോൾ സ്പോർട്ട് മോഡിൽ കിടക്കുമ്പം വണ്ടിക്ക് കുറച്ചൊരു ഗ്രണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേസമയം റെയിൻ മോഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. സ്പോർട്ട് മോഡിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള ഒരു ഫീൽ വരുന്നുണ്ട് ശബ്ദത്തിന്. ഡിസൈൻ വൈസ് ഒരു വ്യത്യാസവും ഇല്ല, സെയിം ഓൾഡ് മോഡൽ തന്നെയാണ് ഗ്രാഫിക്സും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഡിസൈനും കൂടെ കുറച്ച് ചേഞ്ച് ചെയ്യാമായിരുന്നു തോന്നി. എന്തായിരുന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ 4 റൈഡിംഗ് മോഡ്സ് വന്നിരിക്കുന്നത് റോഡ്, ഓഫ് റോഡ്, റെയിൻ, സ്പോട്ട്. അപ്പോൾ റോഡും റെയിൻ എന്ന് പറയുന്നതും വളരെ ലീനിയർ ആയിട്ടുള്ളൊരു പെർഫോമൻസാണ്. ആ ഒരു ഇനീഷ്യൽ ത്രോട്ടിലില്ലേ, അതായത് നമ്മളൊരു 5000 RPM വരെയുള്ള ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു NS200 ഒക്കെ ഓടിക്കുന്ന ഒരു ഫീലിലേക്ക് ഇതിനെ കുറച്ചൊന്ന് മയപ്പെടുത്തി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ NS400cയിൽ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈബ്രേഷൻ റെഡ്യൂസ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റോഡ് റെയിന് മോഡിൽ വൈബ്രേഷൻ നല്ല രീതിയിൽ റെഡ്യൂസായി, കുറേ കൂടെ സ്മൂത്തായി, എൻജിൻ റിഫൈൻമെൻറ്റ് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാലും ഒരു 5000-6000 RPM കയറുന്ന സമയത്ത് പോലും നമുക്കത്ര വൈബ്രേഷൻ ഇല്ല, സ്മൂത്തായിട്ടുണ്ട്. ആ സമയം സ്പോർട്ട് മോഡിലോട്ട് ഇട്ട് കഴിയുമ്പം ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട് കമ്പയർ ടു റോഡ് മോഡ് അല്ലെങ്കിൽ റെയിൻ മോഡ്. അപ്പോൾ സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത് മാക്സിമം പെർഫോമൻസ് ഇരിക്കുന്ന മോഡാണ്. ഇതിൻ്റെ എൻജിൻ കുറച്ച് റീട്യൂൺ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്ട് മോഡിലേക്ക് അവർ സ്പെഷ്യലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 PS അഡീഷണൽ പവർ കൂട്ടി. അതുപോലെ റെഡ് ലൈൻ RPM 10700 ഷിഫ്റ്റ് ചെയ്തു. നേരത്തെ ഇപ്പോൾ നമുക്ക് 9700 RPM പക്ഷേ ഇപ്പോൾ 1000 RPM കൂടെ കൂട്ടി റെഡ് ലൈൻ. പിന്നെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 43 bhp ആക്കിയിട്ടുണ്ട്. നേരത്തെ 40 bhp ആയിരുന്നു. ടോർക്ക് ഫിഗറിൽ മാറ്റമില്ല, 35 Nm തന്നെയാണ്. പക്ഷേ 500 RPM ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എയർ ഇൻടേക്കിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞത് കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് കേപ്പബിലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ കൈ കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വണ്ടിക്ക് ഒരു സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ വണ്ടി മൂവ് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന പിസ്റ്റൺ എന്ന് പറയുന്നത് അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പഴയ ഡ്യൂക്കിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഫോർജ്ഡ് പിസ്റ്റനാണ്. അതുകൊണ്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്, ഡ്യൂറബിളാണ്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റവും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മാറ്റം പ്രധാനമായിട്ട് പ്രൈസിലാണ്. പ്രൈസ് പഴയത് 1.85 lakhs ആയിരുന്നു. ഇപ്പോൾ ഒരു 7000 രൂപയോളം മേലെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ 1.92 lakhs ആണ് ഷോറൂം പ്രൈസ്. സ്റ്റിൽ ഇതൊരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 400cc ബൈക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ 0 to 100 എന്ന് പറയുന്നത് ക്വിക്ക് ആക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് കുറവ് മതി. ഇപ്പോൾ പഴയത് 7.something seconds വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ 6.5 something seconds മതി. അപ്പോൾ കുറച്ചുകൂടെ സ്പോർട്ട് മോഡിൽ കുറച്ചുകൂടെ ക്വിക്കായിട്ടുണ്ട് വണ്ടി. അതുപോലെ ടോപ്പ് എൻഡ് പെർഫോമൻസും ചേഞ്ച് ചെയ്തു. ഇപ്പം 157 വരെ ടോപ്പ് സ്പീഡ് ക്ലെയിം ചെയ്യുന്നുണ്ട് ബജാജ്. മീറ്റർ കൺസോളിൽ കാണിക്കുന്ന ഡിഫറൻ്റ് ആയിരിക്കും. അത് ചിലപ്പോൾ 170 ഒക്കെ കാണിക്കും. പക്ഷേ റിയൽ ലൈഫിൽ ശരിക്കും 157 ആണ് ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പവർ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ കുറച്ച് ലീനിയർ ആക്കിയിട്ടുണ്ട്, ഒരു പൊടിക്കൊന്നും മയപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ തുടക്കത്തിൽ അത് ഒരുപാട് മാറിപ്പോയി എന്ന് തന്നെ പറയാം. അത്ര സ്മൂത്തായിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ ഒരു മിഡ് റേഞ്ചും ടോപ്പ് എൻഡും നല്ല രീതിയിൽ ബെറ്റർ ആക്കിയിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മിഡ് റേഞ്ച് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് എടുക്കാം. പഴയ NS400Z അപേക്ഷിച്ചിട്ട് മെയിനായിട്ട് മിഡ് റേഞ്ചും ടോപ്പ് എൻഡും ഒരു പഞ്ച് തരുന്നുണ്ട് നമുക്ക് കുറേ കൂടെ. ഓൾറെഡി നല്ല പഞ്ചുള്ള ബൈക്കാണ് NS400 എന്ന് പറയുന്നത്.
പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു രസമുണ്ട്. വണ്ടി ഓവറോൾ എൻജിൻ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ വാൽവ് ട്രെയിൻ അതുപോലെ ഈ ക്യാം ടൈമിംഗ് ചെയിനൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈമിംഗ് ഡിഫറൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ ബെറ്ററായി, കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ്സിന് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എൻജിനിൽ. പിന്നെ വന്നിരിക്കുന്നത് ഇതിനകത്ത് ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സിൻഡേർഡ് ബ്രേക്ക് പാഡ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ 320mm. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പിംഗ് പവർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ളൊരു ബൈറ്റ് കിട്ടുന്നുണ്ട്. പഴയത് ഓർഗാനിക് ബ്രേക്ക് പാഡായിരുന്നു. പിന്നെ റിയർ ടയർ എന്ന് പറയുന്നത് 150 സെക്ഷനാക്കി, അത് 140 ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പിന്നെ സസ്പെൻഷൻ എനിക്ക് ഫ്രണ്ടിൽ അത്യാവശ്യം ഒരു മീഡിയം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനായിട്ട് തോന്നി. പക്ഷേ റിയറിൽ കുറച്ച് പ്ലഷിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ നോസ് ഡൈവിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് വിൻഡ് വരുന്ന സമയത്ത് ആ ഒരു നോസ് ഡൈവ് കുറച്ചുകൂടെ പഴയ വണ്ടിയെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ സോഫ്റ്റ് ആക്കി ഇട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും അവർ പക്ഷേ കുറച്ചുകൂടെ സ്റ്റിഫാക്കിയിരുന്നത് നന്നായിരുന്നു തോന്നി. പിന്നെ ബാക്കി എർഗണോമിക്സും കാര്യങ്ങളൊക്കെ ഒരു മാറ്റമില്ല, സെയിം വണ്ടിയാണ്. അപ്പോൾ മെയിനായിട്ട് എൻജിൻ്റെ കാര്യത്തിലാണ് അവർ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ക്ലച്ച് ഫീൽ വളരെ ലൈറ്റാണ്. പ്രധാനമായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു സംഭവമാണ് നമ്മുടെ ക്വിക്ക് ഷിഫ്റ്ററില്ലേ, അതേപോലെ ഒരു ഐറ്റം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ഷിഫ്റ്റർ എന്നാണ് ബജാജ് അതിനെ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഷിഫ്റ്റർ പോലെ വർക്ക് ചെയ്യും, പക്ഷേ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത് ഒരു സെൻസറിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ ഇതിന് സെൻസർ കൊടുത്തിട്ടില്ല. അതിന് പകരം സോഫ്റ്റ്വെയർ ത്രൂ ആണ് അവർ ആ ഒരു സ്പീഡ് സെൻസ് ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ക്വിക്ക് ഷിഫ്റ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ സ്പോർട്ട് മോഡിൽ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. ബാക്കി റെയിൻ ഓഫ് റോഡ് അതിലൊന്നും അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ സ്പോർട്ട് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ പോകുന്നൊരു മോഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൈ സ്പീഡിൽ പോകുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്പോർട്സ് ഷിഫ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും. ഈ സ്പോർട്സ് ഷിഫ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ക്വിക്ക് ഷിഫ്റ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു ഏകദേശം അതേപോലെയൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സെൻസറുള്ള ഒരു മെക്കാനിസം ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രിസൈസായിട്ട് വർക്ക് ചെയ്യും എന്നുള്ള ഒരു വ്യത്യാസമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്റ്റിൽ ഇത് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ വളരെ സ്മൂത്താണ്, ഒരുപാട് സ്മൂത്തായി. അതുപോലെ ക്ലച്ച് വളരെ ലൈറ്റാണ്, ഒട്ടും നമുക്ക് സ്ട്രെസ് ഇല്ല കേട്ടോ, നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഈർക്കിലെടുത്ത് ചുമ്മാ ഇങ്ങനെ കൊട്ടൂല്ലേ, അത്രയും എഫേർട്ട് മതി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, അത്രയും സ്മൂത്താണ്, കൊള്ളാം. ബജാജ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ട്യൂണിങ് ചെയ്യുന്നതിൽ, അതായത് എൻജിൻ ട്യൂണിങ് ഒക്കെ ചെയ്യുന്നതിലും ഗിയർ ബോക്സും റിഫൈൻമെൻറ്റും ഒക്കെ ബെറ്റർ ആക്കി വരുന്നുണ്ട്, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഒരു പ്രയാസം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുമ്പോൾ കുറച്ചൊരു വോബ്ലിംഗ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് സ്പീഡിൽ പോകുമ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കുറച്ച് കുറയും. അതായത് ഫ്രണ്ട് സസ്പെൻഷൻ ഒരു മീഡിയം സ്റ്റിഫ്നെസ്സേ ഉള്ളൂ, റിയർ അത്യാവശ്യം പ്ലഷിയാണ്. അപ്പോൾ നമുക്ക് ഈ ബമ്പി ആയിട്ടുള്ള റോഡുകൾ വരുമ്പോൾ കുറച്ചൊരു നോസ് ഡൈവിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് വിൻഡ് വരുമ്പം അത്രത്തോളം കോൺഫിഡൻസ് എനിക്ക് കിട്ടണില്ല. അപ്പോൾ അത് കുറച്ചുകൂടെ സ്റ്റിഫാക്കിയാൽ തന്നെ കാര്യമുള്ളൂ. ഇപ്പോൾ ഇതിൽ സസ്പെൻഷൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കമ്മ്യൂട്ടർ ബൈക്കിൻ്റെ സെറ്റപ്പിലാണ്. അതായത് നമുക്ക് സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് കുറച്ച് കംഫർട്ട് വേണമല്ലോ, അപ്പോൾ ബാക്ക് പെയിൻ ഒന്നും എടുക്കാതിരിക്കാൻ ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കാകുമ്പോൾ തീർച്ചയായിട്ടും അതായത് നല്ല ക്രോസ് പിൻ ഉണ്ട് ഇപ്പം. അപ്പോൾ ചെറിയൊരു പിടുത്തം സൈഡിലോട്ട് വലിച്ചെടുക്കണ പോലെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഹൈ സ്പീഡിൽ ഓടിക്കുന്ന ഒരു സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നിങ്ങൾ സസ്പെൻഷൻ കുറച്ച് ഹാർഡാക്കി ഇടുന്നത് നന്നായിരിക്കും. എന്തായിരുന്നാലും പെർഫോമൻസ് അടിപൊളിയാക്കിയിട്ടുണ്ട്, വളരെ സ്മൂത്തായിട്ടുള്ള പവർ ഡെലിവറിയാണ്. അതുപോലെ തന്നെ ടോപ്പ് എൻഡൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്, മിഡ് റേഞ്ചും ടോപ്പ് എൻഡും അടിപൊളിയാക്കി. ഹൺഡ്രഡ് വളരെ ക്വിക്കായിട്ട് റീച്ച് ആകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ് എന്ന് പറയുന്നത് 100 to 120 ഒക്കെ നടക്കും, അത്രയും സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ഒരു 7500 RPM ഇതിൻ്റെ ഒരു പീക്ക് ടോർക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 5000 അതുപോലെ 7000 ആ ഒരു RPM റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നത് നമുക്ക്. ശരിക്കും വണ്ടി ലൈവ് ആകുന്നത് അപ്പോഴാണ്.
എന്തായിരുന്നാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ ഇതേപോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടുപിടിയുമായി വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ.